കേരളത്തെ തഴഞ്ഞ് മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് പ്രഖ്യാപനം. എയിംസ്, അതിവേഗ റെയിൽപാത ഉൾപ്പെടെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. വിഴിഞ്ഞത്തിന് വേണ്ടിയും പ്രഖ്യാപനങ്ങൾ പുതുതായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടുവെങ്കിലും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. ധാതു ഖനനത്തിനുള്ള ഇടനാഴിയിൽ കേരളത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളം ഉൾപ്പെടുന്ന ഒരു ഇടനാഴിയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. ഒപ്പം ആമ ഗവേഷണ കേന്ദ്രത്തിനായും നീക്കിയിരിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അതിവേഗ റെയിൽ ഇടനാഴിയിൽ കേരളത്തിന്റെ പേരില്ലാത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും. കേരള എംപിമാരുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് മുംബൈ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു, ചെന്നൈ തുടങ്ങി 7 വേഗ ഇടനാഴികൾ ഈ ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ടാണ് ആ വിഷയം കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. ബജറ്റ് പ്രസംഗത്തിന്റെ കേരളം എന്ന് വിളിച്ച് സംസ്ഥാനത്തുള്ള എംപിമാർ പാർലമെന്റിൽ പ്രതിഷേധിച്ചു. In order to promote environmentally sustainable passenger systems, we will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. അതേസമയം മരുന്നുകളുടെ വില കുറയും. ഒരു ആശ്വാസകരമായ പ്രഖ്യാപനമാണ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന്. മരുന്നുകളുടെ വില കുറയും. അർബുദം, പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ മരുന്നുകളുടെ വില രാജ്യത്ത് കുറയുമെന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നു. 17 അർബുദ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. To provide relief to patients, particularly those suffering from cancer, I propose to exempt basic customs duty on 17 drugs or medicines. I propose also to add 7 more rare diseases for the purposes of exempting import duties on personal imports of drugs, medicines, and food for special medical purposes used in their treatment. ബി ബാലഗോപാൽ പാർലമെന്റ് മുന്നിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ഒപ്പം പി ബസ്നുണ്ട്. ബജറ്റിന്റെ വിശദമായ അവലോകനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ബാലുവിലേക്കാണ്. ബാലു, എംപിമാരുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ എംപിമാർ ഇറങ്ങി വരുന്ന സമയമാണ്. ഏതൊക്കെ എംപിമാർ ഒപ്പമുണ്ട്? അവരുടെ പ്രതികരണം എങ്ങനെ? പൊതുവെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ ബഡ്ജറ്റ് നിരാശാജനകമെന്ന അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. കാരണം കേരളം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു പങ്കുവച്ചിരുന്നത്. ഈ ബഡ്ജറ്റ് പ്രസംഗം നടക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ കേരളം എന്ന് വിളിച്ചുള്ള പ്രതിഷേധമൊക്കെ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ എന്തായിരുന്നു ആ പ്രതിഷേധം? അല്ല, കേരളത്തിനൊരു എയിംസ് എന്നുള്ളത് കേരളത്തിൻ്റെ അവകാശമാണ്, ആവശ്യമാണ്. നിരവധി തവണയായി ഇത് കേരളത്തിന് നൽകുമെന്നുള്ള വാഗ്ദാനമല്ലാതെ ഒന്നും ആ വാഗ്ദാനം പോലും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഈ ബഡ്ജറ്റ് കൊണ്ട് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം? ഇവിടെ ഏറ്റവും വലിയ നമ്മളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെറുപ്പക്കാർ പഠിച്ച് പുറത്തിറങ്ങുകയാണ്. അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2-ൽ 1 അൺഎംപ്ലോയിഡാണ്. ഇതുപോലൊരു സിറ്റുവേഷൻ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് മാത്രമല്ല, അർബൻ അൺഎംപ്ലോയ്മെന്റും കുതിച്ചുയരുകയാണ്. അതിനെ അഡ്രസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒന്ന് വേണ്ടേ? തീർച്ചയായും അങ്ങയുടെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അങ്ങ് വളരെയധികം ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ മലയോര റെയിൽവേ എന്നുള്ളത്. അതിനെ സംബന്ധിച്ചും ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. ഒന്നുമില്ല, കബളിപ്പിക്കൽ മാത്രം. കാരണം കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ ഒരു ഘട്ടം മാത്രം പൂർത്തീകരിച്ച തുടങ്ങി വെച്ച ഈ റെയിൽപാതയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല. കാരണം കേരളത്തിൻ്റെ ജനസംഖ്യകളെ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുന്നതാണ് ശബരിമല. ആ തീർത്ഥാടകർ എന്ന് പറയുന്നത് കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ കേരളത്തിനേക്കാൾ വലിയൊരു ജനസംഖ്യ കേറ്റർ ചെയ്യുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അവരുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ഒരു ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഈ കഴിഞ്ഞ ഇത്രയും കാലം കാത്തിരുന്നിട്ടും ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ ബഡ്ജറ്റിൽ ആ ശബരിപാത എരുമേലിയിൽ നിന്ന് റാന്നി, പത്തനംതിട്ട, കോന്നി, പത്തനാപുരം വഴി പുനലൂരിലേക്ക് നീട്ടുമ്പോൾ ഇത് മൂന്നാമത്തെ കേരളത്തിലെ സമാന്തര റെയിൽപാതയായി അതോടൊപ്പം കേരളത്തിലെ ഒരു ബഡ്ജറ്റിൽ വിശ്വാസമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ബഡ്ജറ്റിൽ ഒരു ഇതുമില്ല, ഒന്നുമില്ല, നീക്കിയിരിപ്പില്ല, ഒരു നീക്കിയിരിപ്പുമില്ല.
ആൻഡ്രോ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ്. കാരണം കേരളം പല വിഷയങ്ങളിലും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷേ ഈ അതിവേഗ റെയിൽപാത സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിൽ പോലും ഈ ശബരിമല വളരെ, അതായത് ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മലയോര റെയിൽപാത സംബന്ധിച്ചുള്ള പ്രഖ്യാപനമെങ്കിലും ഉണ്ടാകുമെന്ന് കേരള MP-മാർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. പി ബസന്ത് ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങൾ, കേരളത്തിൻ്റെ പ്രതീക്ഷ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ പോയത്. കാരണം അങ്ങനെ ഒരു വമ്പൻ പ്രഖ്യാപനമൊന്നും കേരളവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഹൈസ്പീഡ് റെയിൽവേയുമായി ബന്ധപ്പെട്ടൊന്നും വമ്പൻ പ്രഖ്യാപനമൊന്നും ഉണ്ടാകാതെ പോയ സാഹചര്യത്തിലാണ് അത്തരം വിഷയങ്ങളിലേക്ക് വന്നത്. ഇനി ബജറ്റിൻ്റെ ഒരു പൊതു സ്വഭാവത്തിലേക്ക് വന്നാൽ ബജറ്റിലെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഏത് തരത്തിലാണ്? രാജ്യത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി പറഞ്ഞല്ലോ. അക്കാര്യത്തിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കാൻ കഴിയും? രതീഷ്, കേരളത്തിൻ്റെ കാര്യം മാറ്റിവെച്ച് കഴിഞ്ഞാൽ വലിയ ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട്. ഏതായാലും ക്യാപെക്സ്, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 12 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏകദേശം വലിയ വ്യത്യാസം, 8% വലിയ വ്യത്യാസം വരുന്നു എന്നാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. പ്രതിരോധ രംഗത്തും സമാനമായ തരത്തിൽ തന്നെ വലിയ നീക്കിയിരിപ്പാണ് നടത്തിയിരിക്കുന്നത്. 2 ലക്ഷത്തിലധികം കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. മൊത്തം അധികമായി നീക്കിവെച്ചിരിക്കുന്നത് 7.8 ലക്ഷം കോടി രൂപയാണ് ആകെ നീക്കിയിരിപ്പുള്ളത്. ഇത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ വർധനയാണുള്ളത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ അയൽ രാജ്യങ്ങളിൽ നിന്നും മറ്റും നേരിടുന്ന പ്രതിസന്ധികളും മറ്റും, പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ ഭാഗത്ത് നിന്നുള്ള ആ പ്രതിസന്ധി നേരിടുന്ന, അല്ലെങ്കിൽ ആ വെല്ലുവിളി നേരിടുന്നതിന് വേണ്ടിയുള്ള ഇതാണ്. ഇതിൽ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വിമാനങ്ങളും, അതായത് പോർ വിമാനങ്ങളും എയറോ എഞ്ചിനുകളും വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കിയിരിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എയിംസിൻ്റെ മാതൃകയിൽ, എയിംസ് കേരളത്തിന് ലഭിച്ചില്ലെങ്കിലും എയിംസിൻ്റെ മാതൃകയിൽ ആയുർവേദ രംഗത്ത് 3 സ്ഥാപനങ്ങൾ രാജ്യത്താകമാനം തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് എല്ലാ ജില്ലകളിലും ഓരോ വനിതാ ഹോസ്റ്റൽ തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ ആയുർവേദ കേന്ദ്രങ്ങൾ തുടങ്ങുമ്പോൾ അതിൽ എവിടെയാണ് എന്ന കാര്യം പരാമർശിച്ചിരുന്നു. അക്കാര്യത്തിൽ ആ ഭാഗം ഞാൻ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തവരുത്താൻ കഴിയുമോ? കേരളത്തിന് അതിൽ സാധ്യതകളുണ്ടോ? അല്ല, അതിലൊരു പോളിസി ഡെസിഷനാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. അതായത് 20 കേന്ദ്രങ്ങൾ, അത് പിന്നീട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരും എവിടെയൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ. പിന്നെ മറ്റൊന്ന്, ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് ധനമന്ത്രി ബജറ്റ് അവതരണത്തിന് മുമ്പ് തന്നെ ലോക്സഭയിൽ വെച്ചിട്ടുണ്ട്. 1.4 ലക്ഷം കോടി രൂപയാണ് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡായി സംസ്ഥാനങ്ങൾക്ക് നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ, കേരളത്തിന് എത്ര എന്നുള്ളത് അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും. മറ്റ് ഈ നികുതിയുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഡാറ്റാ സെൻറ്റർ കമ്പനികൾക്ക് വൻ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വിദേശ കമ്പനികൾ ഇന്ത്യൻ സെർവർ വഴി ഉപയോഗിക്കുകയാണെങ്കിൽ 2047 വരെ ടാക്സ് അല്ലെങ്കിൽ നികുതി നൽകേണ്ടതില്ല എന്നുള്ളതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് TCS 2% കുറച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ടാക്സ് റിട്ടേണുകൾ നമുക്ക് വീണ്ടും നൽകി കഴിഞ്ഞാൽ തന്നെ വീണ്ടും പുതുക്കാനുള്ളൊരു അവസരം നൽകുന്നു. വിദേശ യാത്രയുടെ TCS 5-ൽ നിന്നും 2% കുറച്ചിട്ടുണ്ട്. വാഹന അപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഇല്ല എന്നുള്ളൊരു സുപ്രധാന പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽ വിഭവങ്ങൾക്ക് വില കുറയുന്നു, തുകൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നു, സോഡിയം ആൻറ്റിമോണറ്റൈസ് കസ്റ്റംസിന് തീരുവയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. കാർഗോ നീക്കത്തിന് ഒരു പ്രത്യേക ജല ഇടനാഴി വരുന്നു. അതൊരു വലിയ പ്രഖ്യാപനമാണ്. ചരക്ക് നീക്കത്തിന് വേണ്ടി മാത്രമായിട്ടൊരു ഇടനാഴി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പിന്നെ